രാധേ, നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് നിത്യജീവിതത്തിൽ നമ്മൾ പലതരം ഊർജ്ജരൂപങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ രാജു, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ താപോർജ്ജം. നമ്മൾ പാചകം ചെയ്യാൻ താപോർജ്ജം ഉപയോഗിക്കാറുണ്ട്. ജലത്തിന്റെ അവസ്ഥാമാറ്റങ്ങൾ താപോർജ്ജം കാരണം സംഭവിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഐസ് ഖരരൂപം പുറത്തുവെച്ചാൽ ഉരുകില്ലേ? അതെ, പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു. ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിക്കുന്നത് ചുറ്റുപാടിൽ നിന്നാണ്. അതുപോലെ വെള്ളം തിളപ്പിച്ചാൽ നീരാവി വാതകരൂപം ഉണ്ടാകും. അപ്പോൾ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ താപോർജ്ജം സ്വീകരിച്ച് അതിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ താപത്തിന് കഴിയും. തണുപ്പുകാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നതും താപം നഷ്ടപ്പെടുന്നത് കാരണമാണല്ലോ. താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ലേ? തീർച്ചയായും. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. പാചകം ചെയ്യുമ്പോൾ സ്റ്റൗവിലെ തീജ്വാലയിൽ നിന്നുള്ള താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിലെത്തുന്നതുകൊണ്ടാണ് അരി വേവുന്നത്. ഖരവസ്തുക്കളിൽ താപം എങ്ങനെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത്? ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്നത് ചാലനം, കണ്ടക്ഷൻ വഴിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ലോഹക്കമ്പിയുടെ ഒരറ്റം ചൂടാക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇങ്ങനെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റമില്ലാതെ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. എല്ലാ വസ്തുക്കളും താപം നന്നായി കടത്തിവിടില്ലല്ലോ? ഇല്ല. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ, ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ, പുവർ കണ്ടക്ടേഴ്സ് എന്നും പറയുന്നു. പാചകത്തിനുള്ള പാത്രങ്ങൾ അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ സുചാലകങ്ങളായിരിക്കും. എന്നാൽ പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കുചാലകങ്ങളാണ്. പാചകപാത്രങ്ങളിൽ സുചാലകങ്ങളും കുചാലകങ്ങളും ഉപയോഗിക്കുന്നത് താപനഷ്ടം കുറയ്ക്കുന്നതിനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഖരങ്ങളിൽ ചാലനം വഴിയാണ് താപപ്രേഷണമെന്ന് മനസ്സിലായി. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ്. അതാണ് സംവഹനമല്ലേ? അതെ, വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. താപം പ്രേഷണം ചെയ്യപ്പെടാൻ മാധ്യമം ആവശ്യമില്ലാത്ത രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം, റേഡിയേഷൻ. സൂര്യന്റെ ചൂട് ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയല്ലേ? സൂര്യനും ഭൂമിക്കുമിടയിൽ ശൂന്യസ്ഥലമുള്ളതുകൊണ്ട് ചാലനം, സംവഹനം എന്നിവ വഴി ചൂട് പ്രസരിക്കാൻ കഴിയില്ല. വികിരണം വഴി താപം എല്ലാ ദിശയിലേക്കും പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇരുണ്ടതോ കഴുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കും. താപം ലഭിക്കുമ്പോൾ പദാർത്ഥങ്ങൾക്ക് എന്ത് സംഭവിക്കും? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ദ്രാവകങ്ങളും വാതകങ്ങളും ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇഞ്ചക്ഷൻ കുപ്പിയിലെ ജലം ചൂടുവെള്ളത്തിൽ വെച്ചപ്പോൾ വികസിച്ചതുകൊണ്ടാണ് റീഫില്ലിലെ ജലനിരപ്പ് ഉയർന്നത്. താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില, ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെന്റിഗ്രേഡ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ സാധാരണ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്ററും മറ്റു താപനില അളക്കാൻ ലബോറട്ടറി തെർമോമീറ്ററും ഉപയോഗിക്കുന്നു. മണ്ണും ജലവും ഒരേപോലെയാണോ ചൂടാകുന്നത്? അല്ല. ജലത്തേക്കാൾ വേഗത്തിൽ മണൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നത്. പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. കരയോട് ചേർന്നുള്ള ചൂടുള്ള വായു വികസിച്ച് മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലുള്ള തണുത്ത വായു ആ സ്ഥലത്തേക്ക് വരുന്നതാണ് കടൽക്കാറ്റ്. രാത്രിയിൽ കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിനു മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നതാണ് കരക്കാറ്റ്. രാധ, ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം.